പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് അലീന. ഞാൻ അബാഡ് 71 പങ്കെടുത്ത് ഇപ്പോൾ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ പ്രേക്ഷിതവേല ചെയ്യുകയാണ്. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ ധ്യാനത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ലൈഫിൽ ശരിക്കും ഏറ്റവും ഡൗൺ ആയിട്ടുള്ള സമയങ്ങളിലാണ് ഞാൻ വന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സുകൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ച ഒരാളല്ല. പക്ഷേ ശരിക്കും എൻ്റെ അവസ്ഥ എന്നെക്കാളും നന്നായിട്ട് കർത്താവ് മനസ്സിലാക്കി കർത്താവ് എന്നെ കൈകൾ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ്. കാരണം ധ്യാനത്തിന് വരണമെന്ന് ചിന്തിക്കുന്ന തലേ ദിവസം പോലും ഞാൻ വരാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ പെട്ടെന്നൊരു പ്രചോദനം തോന്നി ഞാൻ ധ്യാനത്തിലേക്ക് വന്നു. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എക്സാംസ് ഫെയിലായി. ഞാൻ ഡിഗ്രിയുടെ കുറേ എക്സാംസ് ഫെയിലായി. അതുപോലെ ലൈഫിലായാലും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ ഫാമിലിയിൽ നിന്നായാലും ഒരുപാട് സങ്കടങ്ങളുണ്ടാകുന്ന സമയങ്ങളാണ് കർത്താവ് എന്നെ കറക്റ്റായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ധ്യാനത്തിന് ഞാൻ താല്പര്യമില്ലാതെയാണ് വരുന്നത്. വന്ന ആദ്യ ദിവസങ്ങളായാലും എനിക്ക് ഒട്ടും അവിടെ ഇരുന്ന് ഒന്നും കേൾക്കാനൊന്നും സാധിക്കുന്നില്ല. എനിക്ക് ഈശോനോട് ഒട്ടും അടുപ്പം ഉണ്ടായിരുന്നില്ല ധ്യാനം കൂടുന്നതിന് മുൻപ്. അപ്പോൾ ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ എനിക്ക് അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസങ്ങൾ ആരാധനയുടെ സമയത്ത് ഒരുപാട് പേര് വന്ന് ഈശോനെക്കുറിച്ച് സാക്ഷ്യം പറയാം. അവർ ഈശോനെ കണ്ട അനുഭവങ്ങളും അതുപോലെ ഈശോ അവർക്ക് കൊടുത്ത ഓരോ രോഗസൗഖ്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഈശോ അങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള ഒരു ചെറിയ വിശ്വാസം കിട്ടി. ഞാനപ്പോൾ അങ്ങനെ വലിയ ദാഹത്തോടെ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് നിന്നെ വിശ്വസിക്കാനായിട്ട് ഒന്നും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. എനിക്ക് നിന്നോടൊരു അടുപ്പം വ്യക്തിപരമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനൊരു വിശ്വാസം എന്ന നിലയിൽ എൻ്റെ ഒരു രോഗം സുഖപ്പെടുത്താൻ ഈശോയോട് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ശരിക്കും ആരാധനയുടെ സമയത്ത് ഭയങ്കര മിറാക്കിളായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് വർഷങ്ങളോളം ഉണ്ടായിരുന്ന എൻ്റെ അസുഖം ഈശോ എടുത്തു മാറ്റി. ശരിക്കും ആ സമയത്താണ് ഞാൻ ഈശോനെ തിരിച്ചറിഞ്ഞത്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി ഈശോ എന്നെ തൊട്ടു. എനിക്ക് ലൈഫിൽ അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് ശരിക്കും ഈശോ എന്നൊരു നമ്മൾ ഞാൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന വെറും ഒരു വാക്ക് മാത്രമല്ല, ശരിക്കും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എൻ്റെ കൂടെ എൻ്റെ കരങ്ങൾ പിടിച്ച് നടക്കാനുള്ള ഒരു ഈശോയാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനങ്ങനെ പിന്നെ എനിക്ക് അങ്ങനെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്നെ ഇങ്ങനെ ചെയ്യാൻ ഈശോയ്ക്ക് സാധിക്കുമെങ്കിൽ ആ ഈശോയ്ക്ക് എന്നിൽ എത്രമാത്രം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ പിന്നീടുള്ള ആരാധനകളിൽ ഭയങ്കര ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ കുമ്പസാരത്തിനുള്ള ഒരുക്കവും അതുപോലെ കൗൺസിലിങ്ങൊക്കെ ആയിരുന്നു. ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ജനിച്ചപ്പോൾ ഇന്നേ വരെയുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് അതുപോലെ തന്നെ കുമ്പസാരിക്കുന്ന സമയത്തായാലും ശരിക്കും എൻ്റെ പാപങ്ങൾ ഈശോ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന വലിയ മനസ്താപത്തോടെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. അന്നത്തെ ദിവസത്തെ ആന്തരിക സൗഖ്യ ആരാധനയിലൂടെ ശരിക്കും ഈശോ ദൈവം സ്നേഹമാണെന്ന് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന ആ വാക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കത് പ്രാവർത്തികമായി അനുഭവിക്കാൻ പറ്റി.